വെൽക്കം ടു കൽപ്പൻ്റെ കാന്താരിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ജസ്റ്റ് ഞങ്ങളിന്ന് പുറത്തു പോയതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. യെസ്, അങ്ങനെ ഞങ്ങളിന്ന് ആദ്യം സ്കൂളിലൊക്കെ ഇട്ടിട്ട് ഗോകുലം മാളിൽ വന്നാൽ കേട്ടോ. ഇവിടെ നല്ല ഓഫർ ഉണ്ടെന്ന് പറഞ്ഞിട്ടു. അപ്പോൾ ജസ്റ്റ് ഇവിടെ വന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പാർക്കിംഗ് കൗണ്ടറാണ് കേട്ടോ ഇത്. എൻ്റെ ആദ്യമായിട്ടാണ് ഇവിടെ പാർക്കിങ്ങിലൊക്കെ വരുന്നത്. വന്നിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന സമയത്ത് ജസ്റ്റ് 2 വീലറിനൊക്കെ വരല്ലേ. ഇപ്പോൾ പുറത്തെവിടെയും പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വരലൊക്കെ ആയിരുന്നു കേട്ടോ. കാർ പാർക്കിംഗ് ഏരിയയാണ്. അപ്പോൾ ആദ്യ ക്ലാസ്സിൽ പോയി ഇതേ ഭദ്രൂട്ടം കിടന്ന് ഉറങ്ങുന്നുണ്ട്. ജസ്റ്റ് ഇന്നും കൂടി ഉള്ളു ഇവിടെ ഒരു ഓഫർ. അപ്പം ഞങ്ങൾ അങ്ങനെ ഇറങ്ങിയതാട്ടോ. ഓഫർ പറയണ പോലെയൊക്കെ സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടിയാൽ വാങ്ങും, ഇല്ലെങ്കിൽ തിരിച്ചു പോകും, അത്രേ ഉള്ളൂ. യെസ്, അങ്ങനെ ഞങ്ങൾ 30 രൂപ കൊടുത്തിട്ട് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യുക കേട്ടോ. ശരിക്കും മാളുകളിലൊന്നും പാർക്കിങ്ങിന് പൈസ വാങ്ങരുത്. കാരണം വെച്ചാൽ മാളിൽ സാധനം വാങ്ങാൻ വരുമ്പോൾ പിന്നെ വണ്ടി നമ്മൾ എന്താക്കും, എന്ത് ചെയ്യാൻ പറ്റും, കൊടുത്തല്ലേ പറ്റൂ. അങ്ങനെ 30 രൂപ അങ്ങനെ കൊടുത്തു. അതിന് ഇത്ര സമയമൊന്നും ഉണ്ടാവില്ല. വണ്ടി എടുക്കണവരെ 30 രൂപയ്ക്ക് തന്നെ ആയിരിക്കും അതിൻ്റെ ഉള്ളിലെന്ന് തോന്നണം. ടൈമൊന്നുമില്ലെന്ന് തോന്നണം. അങ്ങനെ പൈസയൊക്കെ കൊടുത്ത് ഇങ്ങനെ ഇരിക്കുന്നു. ഇനി വണ്ടി പാർക്ക് ചെയ്തിട്ട് മോളിൽ പോയിട്ട് കാണിക്കാം കേട്ടോ. അങ്ങനെ ഞാനും ഭദ്രവും കൂടി സ്റ്റെപ്പ് കയറി വരാമെന്ന് പറഞ്ഞു. ഏട്ടനെ അവിടെ പാർക്കിങ്ങിൻ്റെ അവിടെ നിന്ന് എസ്കലേറ്റർ വഴി കയറിക്കോളാമെന്ന് പറഞ്ഞു. എനിക്കതിൽ കയറി സത്യം പറഞ്ഞാൽ പേടിയാണ്. അപ്പം ഞാൻ മെല്ലെ നടന്ന് അകത്തൊക്കെ കണ്ടു പോകാമല്ലോ എന്ന് നോക്കും. അങ്ങനെ ഞാനും ഭദ്രവും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നടക്കുകയാണ് കേട്ടോ. അപ്പം എവിടെ കുറേ പാൻറ്റ് കാണുന്നുണ്ട്, ഇവിടെയും കുറേ ഷർട്ടും ജീൻസും കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഭദ്രൂവിൽ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെന്താ, ഇവിടെ നല്ല നല്ല വളകളും മാലകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വലുത്ത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് അതൊക്കെ നോക്കി ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ പിന്നെ നോക്കുമ്പോഴേക്കും ചേട്ടത്തമ്പുരാൻ അവിടെ എത്തി നിൽപ്പുണ്ട്. കണ്ട, കുമ്മിടി കെട്ടിയിരിക്കുന്ന ഒരാളാണ്. ഇത് ഏട്ടനെ ബാക്ക് പിടിച്ചതല്ല, ഏട്ടൻ റോഡ് ചിന്തിക്കൊണ്ട് പോകുമ്പോൾ ഭദ്രൂട്ട എൻ്റെ കയ്യിലുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. പാമ്പേഴ്സ് ഓഫർ ഉണ്ടായിരുന്നു, സ്പ്രേക്ക് ഓഫർ ഉണ്ടായിരുന്നു, വെളിച്ചെണ്ണ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞാൽ എടുത്താറ്. പക്ഷേ ഓഫറില്ല. അപ്പോൾ അതെടുത്ത് അവിടെ കയറ്റി വെച്ചിട്ട് ഏട്ടനാണെങ്കിൽ എല്ലാം നോക്കി മടുത്ത്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് കുറേ സാധനം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇറങ്ങുമ്പോൾ ഒരു ഭൂതത്തിനെ കണ്ടു. പിന്നെ ഞാനും ഭദ്രൂടെ അവിടെ നിന്ന് നോക്കി നിന്നിട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഭദ്രൂടെ നോക്കിയിരിക്കുകയാണ്, ആരാ ഈ ഭൂതമ്മാവനാരാണെന്ന്. വാങ്ങിയ സാധനങ്ങളൊക്കെ ഏട്ടൻ കവറൊന്നുമില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒക്കെ എടുത്ത് ഒതുക്കി ഡിക്കിയിൽ വെക്കുന്നുണ്ട്. ഏട്ടൻ കിടന്ന് ഒടിയുന്നുണ്ട്. കട്ടിംഗ് ബോർഡ് നിനക്ക് ഒരെണ്ണം ഉണ്ടായിരുന്നാണ്, അത് അന്ന് തറവാട്ടിൽ നിന്ന് പോരുമ്പോൾ അങ്ങോട്ട് എടുത്താൽ മതിയായിരുന്നു, ഒരെണ്ണം വാങ്ങാൻ പറഞ്ഞുകൊണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളിന്ന് പോയിട്ട് പർച്ചേസ് ചെയ്ത സാധനങ്ങൾ. ഇത് എന്താ ഐറ്റംസ് ആണെന്നൊന്നും എനിക്കറിയില്ല. ഇതൊക്കെ ഏട്ടൻ പോയിട്ട് എടുത്ത ഐറ്റംസ് ആട്ടോ. ഗ്രിൽഡ് ചിക്കൻ, ഇത് ലിവർ, പിന്നെ ഇത് ആദിക്ക് കട്ടർ റബ്ബർ ബോക്സ്. അങ്ങനെ ഇതൊക്കെ കഴിക്കണ ഐറ്റംസാണ് കൂടുതൽ. ഓഫർ ഉള്ളതുകൊണ്ട് പോയിട്ട് എടുത്താട്ടോ. ചോക്കോ ബോൾസ്, പുട്ടുപൊടി, പച്ചരി, സ്പ്രേ ഒന്ന് കാറിൽ വെച്ചായിട്ട്. പിന്നെന്താ, പിക്കിൾ, അച്ചാർ, പിന്നെന്താ ചീസ്, പിന്നെന്തായിരുന്നു ബദാം, ക്യാഷ്നട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ അവിടെ നിന്ന്. സോസ്, പരിപ്പ്, ചെറുപയർ, പിന്നെ ആദ്യമൊരു കുപ്പി, ബനാന. ഇത്രയൊക്കെ സാധനങ്ങളൊക്കെ തന്നെയാണ് ഷോപ്പിംഗ് നടത്തിയത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാം വാങ്ങി. പിന്നെ കുറച്ച് മോപ്പ് ഒന്ന് വാങ്ങി. എൻ്റെ കൂട്ടത്തിലുള്ള ഐറ്റംസിലൊന്നാണ് മോപ്പ് വാങ്ങി. പിന്നെ വാങ്ങിയതായിട്ട് കുറച്ച് പലചരക്ക് സാധനങ്ങളൊക്കെ, ഓയിൽ, വെളിച്ചെണ്ണ, അങ്ങനെയൊക്കെ. പിന്നെ സവാള,
പിന്നെ മോന് കൊതുക് കുത്തണതുകൊണ്ട് കൊതുക് വല കയറൊക്കെ ആയിട്ട് വാങ്ങിയിട്ടുണ്ട് കെട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അതൊക്കെയായിരുന്നു ഇന്നത്തെ ഷോപ്പിംഗ്. അങ്ങനെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ബില്ല് കണ്ടായിട്ടും കണ്ണ് തള്ളി നിൽക്കുകയാണ് ഗൈസ് കാണുന്നത്. അപ്പോൾ വ്ളോഗ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.